കഴിഞ്ഞ ദിവസേ എന്റെ കടയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടെ പുള്ളിക്കാരനെ അറിയാൻ പാടില്ലായിരുന്നു. അയാളുമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി. വഴക്ക് ഇറങ്ങി വാടി. രണ്ടു ദിവസം ആടി. ഞാനു നീ എപ്പ ഇറങ്ങിയടി? എങ്ങനെ പോകണടി നിന്റെ പിരിവും മറ്റും? എടി ജാനു, നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് നീങ്ങിയാല. അത് വേണോടി, എന്നാലേ നമുക്ക് രണ്ടാൾക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവൻ നമ്മുടെ ദോസ്താണ്. എന്നാലേ എന്റെ പിള്ളേരെയും കൂടി വിളിക്കാം. അങ്ങനെയാണെങ്കിലേ എന്റെ പിള്ളേരെയും കൂടി വിളിക്കാം. സൗത്ത് മാർട്ടിൻ, തമ്മനം കുമ്മൻ, ശാന്തപ്പൻ, എന്നാ പരുന്ത് പൊന്നപ്പൻ എല്ലാരെയും വിളിക്കണം. ആ ശരിയാണ്. ഒന്നിച്ചു പോകാണ. ശരി. എന്നിട്ട് വേണം നമ്മുടെ തകർന്നു പോയ ഐശ്വര്യം തിരിച്ചു പിടിക്കാൻ. നാളെ ഒന്ന് ജിമ്മിൽ പോണം. വേണം ബോഡിയൊക്കെ ഒന്ന് ശരിയാവും. എന്നിട്ട് വേണം ഒന്ന് ഇറങ്ങാൻ. ഇരി കിടന്നപ്പോ ആ പോലീസുകാരൻ ചങ്കം മത്തായി. അവന്റെ അമ്മയുടെ അവനെന്റെ നടുവിലിട്ട് ചവിട്ടി, അവനെന്റെ നെഞ്ചിലിട്ട് ചവിട്ടി. ഒരു ആടിനെ അങ്ങോട്ട് സൂപ്പാക്കണം. വേണം എന്റെ ബോഡിയൊക്കെ ഒന്ന് ശരിയാക്കാൻ. ഏതോ എടുത്ത മരുന്നുണ്ടല്ലോ അവിടുന്ന്. ആരാടാ? എന്ത് വേണം? അത് പിന്നെ ഒരാളെ കൊല്ലണം. ഞാനൊരു കൊട്ടേഷൻ തരാനുണ്ട്. ആരാണ് ആള്? ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. അതെന്തിനാ പഞ്ചായത്ത് മെമ്പറെ കൊല്ലണത്? അയാളെന്ത് ചെയ്തു? അതോ എൻ്റെ ഭാര്യയുമായി അവനൊരു ചുറ്റിക്കറക്കം. ഞാൻ പണി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ എൻ്റെ പെരയ്ക്കകത്ത് ചോദിച്ചാ പറയുന്നതോ ഭവന സന്ദർശനം, പിന്നെ പാർട്ടി പ്രവർത്തനം. രാത്രിയിലാണോ അവന്റെ ഭവന സന്ദർശനവും പാർട്ടി പ്രവർത്തനവും? ആണേ. അവനെ കൊല്ലണ്ട, കയ്യും കാലും തല്ലി ഒടിച്ച് വീട്ടിൽ കിടത്തിയാ മതി. അത് മതി. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനാണ് പൈസ തരുന്നത്. അപ്പൊ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. മിസ്റ്റർ ശരിയാക്കാം. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അവിടെ നിൽക്കണോ? പോകാൻ പറ്റട്ടെ. ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ആളിന്റെ ഫോട്ടോ, വീടിന്റെ അഡ്രസ്, ഇതെല്ലാം കൂടി എന്റെ വാട്സപ്പിലേക്ക്. ആക്ഷൻ. അഡ്വാൻസ് ഗൂഗിൾ പേ ചെയ്തോളൂ. യെസ്, ഓക്കെ. കൊടുത്തേ. യെസ്, ഓക്കെ.